എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കളർ പോയിട്ടുള്ള വെള്ളിയാഭരണങ്ങൾ എത്ര കറുകറുത്ത അല്ലെങ്കിൽ നമ്മൾ കറുത്ത് കളർ ഒഴിവാക്കിയിട്ടുള്ള പാദസരങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ചെയ്യുന്ന രീതിയിലൊന്ന് ചെയ്താൽ നല്ല പുതുപുത്തനായി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയ അതേ ഒരു കളറിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ള 2 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന പാദസരം കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ കളർ മങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കറ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ ചെളിയൊക്കെ ഒന്ന് നിറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെയൊക്കെ ആകുമ്പോൾ അവർ നല്ലപോലെ മണ്ണിലൊക്കെ കളിക്കും. അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പാദസരം മുങ്ങി കിടക്കാനുള്ള വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചായപ്പൊടിയാണ് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചായപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു 2 സ്പൂൺ ഇട്ട് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ ഈ ഒരു കട്ടൻ ചായ ഈ ഒരു പരുവത്തിൽ നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാദസരം മുങ്ങിക്കിടക്കാനുള്ള വെള്ളമാണ് ആവശ്യമുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഷാമ്പു വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ഒരു ഷാമ്പു എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കട്ടൻ ചായയിലേക്ക് നമ്മൾ ഈ ഷാമ്പു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് തിളക്കണം. തിളച്ചതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ കയ്യിലുള്ള പാദസരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും ചായപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിലും ഷാമ്പൂവിൽ മാത്രം വെച്ചാലും അതിൽ ചെളിയൊക്കെ പോവില്ലേന്ന്. ചെളി പോവും. അതിൻ്റെ ആ ഒരു പുതുമ കിട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഉള്ളിൽ ആ ഉള്ള കറയൊക്കെ ഒന്ന് നല്ലപോലെ തന്നെ മാറാൻ വേണ്ടിയിട്ടും ഇതുപോലെ ചായപ്പൊടിയിൽ ഇട്ടൊന്ന് തിളപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കറിയാം ചായപ്പൊടി നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ്. അത് പലർക്കും അറിയില്ല. അപ്പോൾ ചായപ്പൊടി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു സാധനമാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് നമ്മളിതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് ഇല്ലെങ്കിലും ഒരു 3 മിനിറ്റ് നമ്മളിതുപോലെ ഒന്ന് പാദസരം ഇട്ട് തിളപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് നല്ല ചൂടുണ്ടല്ലോ, തിളച്ച ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് നമ്മൾ ഇതുപോലെ തന്നെ വെക്കുക. ആ ഒരു ചൂടിൽ നമുക്ക് ഈ ഒരു മിക്സിൽ വേണം നമ്മൾ ഈ ഒരു പാദസരം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് വെള്ളിയുടെ ആഭരണങ്ങൾ വേണമെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിതൊന്ന് ഈ ഒരു വെള്ളം നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത് ഈ കൊലുസ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്റ്റെപ്പ് കൂടി സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യണം. ഇത് നല്ലപോലെ കറ കളയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഷൈനിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കണ്ടോ, ഈ ഒരു എഴുത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ തന്നെ ചെളി ഉണ്ടായിരുന്നു, ഒരു കറ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൊലുസിൻ്റെ മേലേക്ക് ഇതുപോലെ നമ്മൾ കുറച്ച് ഷാമ്പു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ ഷാമ്പു വെച്ച് ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ഒരുപാട് പണിയുണ്ടെന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ്. നമ്മളിതുപോലെ കട്ടൻ ചായ തിളപ്പിച്ച് അതിലേക്ക് നമ്മുടെ പാദസരം ഇടുക, ഷാമ്പു ഒഴിക്കുക. ആ ഒരു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് അതൊന്ന് ചൂട് നമ്മളെ കയ്യിൽ അത് പിടിച്ചുരക്കാനുള്ള ഒരു ചൂടിൽ നമ്മളിതുപോലെ ഷാമ്പു വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് ഉരച്ചെടുക്കുക. ഇപ്പം നമുക്ക് നല്ല പോലെ തന്നെ ആ ഒരു പാദസരം കളറിൽ കിട്ടും കേട്ടോ. നമ്മൾ ഓൾറെഡി അതിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ, ഈ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ അതിന് നല്ലൊരു പുതുമ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ ഷാമ്പു വെച്ച് അതിൻ്റെ 2 സൈഡും നമ്മൾ ഒന്ന് ഉരച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഈ ഒന്ന് കറയൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ടാവുമല്ലോ, അത് നമ്മളിതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് കഴുകുമ്പോൾ നമുക്കതിൻ്റെ കളർ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന പാദസരത്തിൻ്റെ കളർ നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ചെയ്യണോണ്ട് തന്നെ അത്രയും കറുത്ത് പോയിട്ടില്ല. അപ്പോൾ വീട്ടിലുള്ള ആഭരണങ്ങൾ വെള്ളിയുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല കിഡ്ലനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, ഇത്രയും നമുക്ക് ക്ലീനായി പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്